അമിത് ഷാ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. കേരളം ഭരിക്കുമെന്നതടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അതിനിതാ തൊട്ടു പിന്നാലെ സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് പോകുന്നു എന്ന വാർത്ത കൂടി വരുന്നു. കേന്ദ്ര സർക്കാർ നേരിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് സി സദാനന്ദൻ മാസ്റ്ററെ. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, സി സദാനന്ദൻ മാസ്റ്റർ കേരളത്തിലെ ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. രാഷ്ട്രീയ അക്രമത്തിനിരയായി 2 കാലുകളും നഷ്ടപ്പെട്ട അദ്ദേഹത്തെ എപ്പോഴും ഒരു പ്രതീകമായി തന്നെയാണ് ബി.ജെ.പി. മുന്നോട്ട് വെക്കാറുള്ളത്. ഇപ്പോൾ ഇതാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് എന്ന വാർത്ത വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറെ അത്ഭുതകരമായ ഒരു തീരുമാനമാണ് ശ്രീജ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സദാനന്ദൻ മാസ്റ്റർ നമുക്കറിയാം 1994 അദ്ദേഹത്തിന്റെ 2 കാലുകളും CPM-ന്റെ ആക്രമണത്തിൽ, CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ആ ശിക്ഷ ശരിവെക്കുകയും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് 7 CPM പ്രവർത്തകർക്കുള്ള ശിക്ഷ ശരിവെക്കുകയും മറ്റും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങളും ഒക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. സംഘടന മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററും കൂടിയാണ് അദ്ദേഹം. RSSന്റെ ദൈക്ഷണിക വിഭാഗമായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമാണ്. അത്തരത്തിൽ നമുക്കറിയാം കൂത്തുപറമ്പിൽ നിന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകുകയും മത്സരിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. 2 കാലുകളും അറ്റ ഒരു മനുഷ്യനാണ് അദ്ദേഹം. കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ ഉടനീളം നടന്ന് പ്രവർത്തനങ്ങൾ നടത്തുകയും പ്രചരണം നടത്തുകയും മറ്റും ചെയ്തതൊക്കെ അന്ന് കണ്ടതാണ്. വളരെ അത്ഭുതകരമായ, അല്ലെങ്കിൽ വളരെ രാഷ്ട്രീയ കേരളം വളരെ കൗതുകത്തോടെ കണ്ട ഒരു തീരുമാനമായി തന്നെ ഇതിനെ കാണാം. പ്രത്യേകിച്ചും അദ്ദേഹത്തെ പോലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായ ഒരാളെ ബി.ജെ.പി. അംഗീകരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും രാജ്യസഭാ സീറ്റ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പുനഃസംഘടനയിൽ ബി.ജെ.പിയുടെ 10 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി ശ്രീ സദാനന്ദൻ മാസ്റ്ററെ തെരഞ്ഞെടുത്തിരുന്നു. അതുതന്നെ തനിക്ക് വലിയ അംഗീകാരമാണ് എന്നും അദ്ദേഹം അന്ന് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം 18 വയസ്സുവരെ സജീവ ഇടതുപക്ഷ പ്രവർത്തകൻ കൂടിയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ. അതിനുശേഷം അദ്ദേഹം RSSന്റെ ആശയങ്ങളിൽ ആകർഷനായി ആ വിചാരത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയായിരുന്നു. താൻ ഒരു ഇടതുപക്ഷ കുടുംബത്തിൽ നിന്നാണ് എന്ന് പലപ്പോഴും പല അഭിമുഖങ്ങളിലും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും കേരളത്തിൽ വലിയ തോതിൽ ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു നിദാനമാകുന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യസഭാ പ്രവേശനം എന്ന് വേണം കരുതാൻ. കാരണം അക്രമ രാഷ്ട്രീയത്തിനെതിരെ കഴിഞ്ഞ ദിവസം അമിത് ഷാ കേരളത്തിൽ വന്നപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും CPM-ന്റെ അതിക്രൂരമായ ആക്രമണത്തിന് ഇരയായ ഒരാളെ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമായി ബി.ജെ.പി. കാണുകയും ചെയ്യുന്നു. തീർച്ചയായും. ഇപ്പോൾ ബി.ജെ.പി. നേതാവ് ശ്രീ എൻ ഹരിദാസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ ഹരിദാസ്, കൂത്തുപറമ്പിനെ സംബന്ധിച്ച് സി സദാനന്ദൻ മാസ്റ്റർ എന്ന പേര് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ബി.ജെ.പിക്ക്. അങ്ങനെ ഒരാളെ അപ്രതീക്ഷിതമായി തന്നെ രാജ്യസഭയിലേക്ക് സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നു എന്ന വാർത്തയോടെയാണ് ഈ ദിവസം തുടങ്ങുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? കണ്ണൂരിന്റെ ആക്രമത്തിന്റെ ഇരയാണ് സദാനന്ദൻ മാസ്റ്റർ. നിഷ്കളങ്കനായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള അറിവും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഈ രാജ്യത്തോടുള്ള കടപ്പാടും ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള കൃത്യം മാർക്സിസ്റ്റ് പാർട്ടി നിർവഹിച്ചിട്ടുള്ളത്. നിരവധി ആളുകളെ നിഷ്കളങ്കരായ ആളുകളെ വകയിരുത്തിയ ഒരു പ്രദേശമാണ് കണ്ണൂർ. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം എന്നത് മാർക്സിസ്റ്റ് കോട്ടകളിൽ മറ്റ് പ്രത്യയശാസ്ത്രങ്ങൾ വരരുത് എന്ന ചിന്താഗതിയോട് പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരുടെ അറിവോട് നടന്ന അക്രമങ്ങളാണ്. അതിന്റെ ഇരയാണ് സദാനന്ദൻ മാസ്റ്റർ. ആ കണ്ണൂരിന് കേന്ദ്ര സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. കാരണം 2 കാലുകളും ഇല്ലാത്ത സമയത്ത് പോലും അദ്ദേഹത്തെ വെട്ടിയവരോടും അദ്ദേഹത്തിന്റെ കാലുകൾ എടുത്തവരോടും അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു മനോഭാവമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശന സമയത്ത് പോലും അവരെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ക്രൂരതയ്ക്കെതിരായിട്ട് അതേ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം നമ്മുടെ സമൂഹത്തിലെ സമാധാനവും കാക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്. നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതുവരെ സംഘടനാ തലത്തിലുള്ള നിരവധി ചുമതലകളാണ് സദാനന്ദൻ മാസ്റ്റർ വഹിച്ചിട്ടുള്ളത്. ഏറ്റവും ജനപ്രിയനായിട്ടുള്ള കണ്ണൂരിലെ നേതാവാണ്. ഈ സാധാരണ പ്രവർത്തകന്മാരുടെ ഏറെ
അദ്ദേഹം നെഞ്ചേർത്തിയിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇരു കാലുകൾ നഷ്ടപ്പെട്ടിട്ട് പോലും അദ്ദേഹം അടങ്ങിയിരുന്നിട്ടില്ല. അദ്ദേഹം നമ്മുടെ സമൂഹത്തെ നയിക്കുന്നതിന് വേണ്ടി, നാടിന്റെ വികസനത്തിന് വേണ്ടി, സംഘടനയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിതാന്ത പരിശ്രമം നടത്തിയ ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഇനിയൊരു വലിയൊരു ചുമതലയിലേക്ക് വരികയാണ്. നമ്മുടെ നാടിന്റെ വികസനത്തെ പറ്റി ചിന്തിക്കാൻ പറ്റി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും വികസനം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് പ്രത്യാശിക്കും ഞങ്ങളൊക്കെ. കാരണം അദ്ദേഹത്തിന് അത് കഴിവുണ്ട്, അദ്ദേഹം ആ രീതിയിലുള്ള മനസ്സുണ്ട് അദ്ദേഹത്തിന് ചിന്തിക്കാൻ. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ സങ്കുചിതമായി അടങ്ങിയിരിക്കുന്ന ആ വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരോടും സ്നേഹനിർഭരമായ പ്രവർത്തനം നടത്തുന്ന, ഒരു ക്രൂരത പോലും, ഒരു കട്ടുറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് ആത്മചിന്തയോട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ചേർത്ത് പിടിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിച്ചു, ഇങ്ങനെ ഒരു ചുമതലയിലേക്ക്, നിങ്ങൾ വലിയൊരു ചുമതലയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇങ്ങനെയൊരു കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം കണ്ണൂരിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമാവുന്നത് ആർക്കൊക്കെ ഒപ്പമാണ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. മുൻ വിദേശകാര്യ സെക്രട്ടറി, മുംബൈ ഭീകരാക്രമണ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, പ്രശസ്ത ചരിത്രകാരിയായ മീനാക്ഷി ജെയിൻ, ഇവർക്കൊപ്പമാണ് ഒരുപക്ഷെ ഒരു സാധാരണ പ്രവർത്തകൻ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ കണ്ണൂരിൽ. ശരി, ഇപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അഭിനന്ദനങ്ങൾ ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ. ഇങ്ങനെ ഒരു വലിയ പദവിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ചുമതലയിലേക്കാണ് രാഷ്ട്രപതി തന്നെ നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. എന്താണ് ആദ്യ പ്രതികരണം? സന്തോഷം. ന്യൂസ് 18 ചാനലിന് എല്ലാ തരത്തിലും നന്ദി അറിയിക്കുന്നു. ഈ കാര്യത്തിൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വം കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യവും കരുതലും, കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോട് ദേശീയ നേതൃത്വം അനുവർത്തിക്കുന്ന ജാഗ്രതയും അവരോടുള്ള വാത്സല്യവും പ്രകടമാക്കുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെതായി വന്നത് എന്നതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പൊതുവെ കേരളത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനും കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ള അവസരമായിട്ടാണ് ഇത് കാണുന്നത്. പാർട്ടി ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം വികസിത കേരളം എന്നുള്ളതാണ്. ആ സങ്കല്പത്തിലേക്ക് കേരളത്തെ ഉയർത്താൻ സാധിക്കുന്ന കർമ്മ പരിപാടികൾ പാർട്ടിക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള അവസരം കൂടിയായിട്ട് ഈ ഒരു നിർദ്ദേശത്തെ ഞാൻ സ്വീകരിക്കുകയാണ് സന്തോഷപൂർവ്വം. കഴിഞ്ഞ ദിവസമാണ് BJP വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അങ്ങേ തീരുമാനിക്കുന്നത്. ഇതാ തൊട്ടു പിന്നാലെ ഇങ്ങനൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുകയാണ്. പാർട്ടി താങ്കളെ എത്രത്തോളം കരുതലോടെ കാണുന്നു എന്നത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നുണ്ട്. അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം, ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടി അങ്ങേക്ക് നൽകുന്ന ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ചില പരിമിതികൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് എങ്കിലും ആ പരിമിതികളൊന്നും പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ജനസേവനത്തിനോ തടസ്സമാകാത്ത തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യം ഒരുക്കുന്നതിൽ പാർട്ടി എന്നും ശ്രദ്ധാലുവാണ്. പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതൃത്വവും ഒക്കെ ആ നിലയ്ക്ക് തികഞ്ഞ കരുതലോടെയാണ് എന്നോടുള്ള സമീപനം. ആ നിലയ്ക്ക് ഈ ഒരു നാമനിർദ്ദേശത്തെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ അതൊരു സത്യം വ്യക്തിപരമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഈ സ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ഈ ജനപ്രാതിനിധ്യ സഭയിലേക്കുള്ള നാമനിർദ്ദേശത്തിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത് കൂടുതൽ കരുത്തോടെ ജനസേവന പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത്. രാഷ്ട്രീയമായി നിരീക്ഷിക്കുമ്പോൾ വലിയ കൗതുകം തോന്നുന്നുണ്ട്. ഇന്നലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തെക്കുറിച്ചുള്ള, വികസിത കേരളത്തെക്കുറിച്ചും അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമുള്ള പദ്ധതികളൊക്കെ ഇന്നലെയാണ് കേരളത്തിൽ വന്ന് പറഞ്ഞത്. അതിനു പിന്നാലെയാണ് കേരളത്തിൽ നിന്ന് ഒരു രാജ്യസഭാംഗത്തെ, അങ്ങേപോലെ ഒരു ആളെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യുന്നത്. അതൊരു വലിയ രാഷ്ട്രീയ പദ്ധതിയുടെ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൂടിയായി ആരെങ്കിലും കണ്ടാൽ അങ്ങ് എങ്ങനെ പ്രതികരിക്കും? സ്വാഭാവികമാണ്, അങ്ങനെ ആളുകൾ കാണുന്നതിൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പാർട്ടിയെ സംബന്ധിച്ച് കേവലം തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ എന്നതിനപ്പുറത്ത് ആത്മാർത്ഥമായ ഒരു സമീപനം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണണം. അത് ഈ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസിത കേരളം, അത് ഞങ്ങളെ സംബന്ധിച്ചൊരു ജീവിത മന്ത്രമായി സ്വീകരിച്ചിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ മുഴുവൻ. കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ നടക്കേണ്ട വികസനം അത് ചില വാഗ്ധോരണികളിലും ചില വാചക കസർത്തുകളിലും മാത്രമായി ഒതുങ്ങുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് വികസനം എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും നല്ല ശ്രദ്ധ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഏത് വികസന കാര്യങ്ങളിലും. അത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യങ്ങളിലായാലും, യുവാക്കളെ സംബന്ധിച്ചായാലും, സ്ത്രീകളെ സംബന്ധിച്ചായാലും, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചായാലും എല്ലാ തരത്തിലുമുള്ള ശ്രദ്ധ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ട് കേരളത്തിന് ലഭിക്കുന്നുണ്ട്.
അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ കാഴ്ചപ്പാട്, പാർട്ടി കാര്യകർത്താവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ദാസന്മാരാണ്, ജനസേവനത്തിന് നിയോഗിക്കപ്പെടുന്നവരാണ്. അപ്പൊ ആ ജനസേവനത്തിന് നിയോഗിക്കപ്പെടുമ്പോൾ ഈ തരത്തിൽ ജനപ്രാതിനിധ്യ സഭയിലേക്കുള്ള പ്രവേശനത്തിലൂടെ അതിന് കുറച്ചുകൂടി ശക്തി പകരുന്ന ഒരു നയം എന്ന നിലയ്ക്കാണ് പാർട്ടി കാണുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ നിശ്ചയിക്കുന്നത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് അമിത്ഷാജിയുടെ വരവ്, കേരളത്തിലെ സംസ്ഥാന ഭാരവാഹികളുടെ നിശ്ചയം, ഇതെല്ലാം യാദൃശ്ചികമായി ഒരുമിച്ച് സംഭവിച്ചു എന്നതാണ് അതിനെ സംബന്ധിച്ച് കാണാൻ കഴിയും. ശരി, വളരെ നന്ദി ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ. ഞങ്ങളോട് പ്രതികരിച്ചതിന് എല്ലാ അഭിനന്ദനങ്ങളും ഒപ്പം ആശംസകളും. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്, അത് ഏറ്റവും നന്നായി തന്നെ നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ ശ്രീ കെ രഞ്ജിത്ത് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ രഞ്ജിത്ത്, കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ഒരു വ്യക്തി തന്നെയാണ് സി സദാനന്ദൻ മാസ്റ്റർ, സംശയമില്ല, BJPയെ സംബന്ധിച്ച്. അങ്ങനെ ഒരാളെ വളരെ അപ്രതീക്ഷിതമായ ഒരു നോമിനേഷൻ എന്നാണ് ഞങ്ങൾക്ക് പറയാൻ തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണോ? അദ്ദേഹത്തിൻ്റെ ഈ ചുമതല, അദ്ദേഹത്തെ ഏൽപ്പിച്ച ഈ ചുമതല എങ്ങനെയാണ് കാണുന്നത്? കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ അക്രമത്തിന്റെ വേണമെങ്കിൽ രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ സാധാരണ മാഷ നമുക്ക് പറയാൻ സാധിക്കും. 1967 മുതൽ മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിൽ നിരവധി ആളുകൾ അംഗവൈകല്യം ഉണ്ടാക്കിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. കണ്ണുകളില്ലാത്ത ആളുകളുണ്ട്, കൈയില്ലാത്ത ആളുകളുണ്ട്. സാധാരണ മാസ്റ്ററുടെ 2 കാലുമാണ് വെട്ടി അറുത്ത് മാറ്റിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സാധാരണ മാസ്റ്ററുടെ ഈ സ്ഥാനലബ്ധി കണ്ണൂർ ജില്ലയിലെ 100 കണക്കിന് വരുന്ന അക്രമത്തിൽ പരിക്ക് പറ്റിയ ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൊടുത്ത വലിയൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഈ സദാനന്ദ മാസ്റ്ററുടെ ഈ ചുമതലയെ കുറിച്ച് കാണുന്നത്. ഏറ്റവും സ്വീകാര്യനായ ഒരാളെ തന്നെയാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സദാനന്ദ മാസ്റ്റർ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ, ഒരു സാധാരണക്കാരനായ ഒരാളെ, ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരായ ആളെ ഇത്രയും വലിയ ഒരു ചുമതലയിലേക്ക് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലത്തെ ഒരു സന്തോഷം ജില്ലയുടെ പാർട്ടി പ്രവർത്തകന്മാരെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഈ ദിവസം. തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും അനുയോജ്യനായ ഒരാളെ തന്നെയാണ് പാർട്ടി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെയേറെ സന്തോഷം ഞങ്ങൾക്ക് തോന്നുകയാണ്. ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള അക്രമത്തിൽ പരിക്കുപറ്റി കണ്ണൂർ ജില്ലയിൽ ജീവിക്കുന്ന രക്തസാക്ഷികൾ, അതിൽ ഏറ്റവും അഗ്രഗണ്യനായ ഒരാളെ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് 2 കാലുകൾ നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം പൂർണ്ണസമയ സംഘപ്രവർത്തകനായും അത് പിന്നീട് BJPയുടെ വിവിധ ചുമതലകളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നും അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. യാത്ര ചെയ്യാനുള്ള പരിമിതികളുണ്ട്, നടക്കാനുള്ള പരിമിതികളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സംഘമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒന്ന് എന്ന് കണക്കാക്കിക്കൊണ്ട് ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് സദാനന്ദ മാസ്റ്റർ. സദാനന്ദ മാസ്റ്ററെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയേറെ സന്തോഷം ഉണ്ട്, വ്യക്തിപരമായും കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചോളം എല്ലാം തന്നെ. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഒരു കേരളത്തെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ പദ്ധതിയൊക്കെ ഇന്നലെ പ്രഖ്യാപിച്ചതേ ഉള്ളൂ. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു തീരുമാനം. അതായത് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില നേതാക്കളുടെ പേരൊക്കെ ഉണ്ട്. ആ പേരുകളൊക്കെ വിട്ട് ഒരു ഏറ്റവും സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരു അധ്യാപകനായി തുടങ്ങി ഇങ്ങനൊരു ജീവിക്കുന്ന രക്തസാക്ഷിയായി തന്നെ ഉള്ള ഒരാൾ, അതുപോലൊരാളെ ഇങ്ങനെ ഒരു പദവിയിലേക്ക് നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അത് ആ നാട്ടിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ BJP പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം കണ്ണൂർ ജില്ലയിൽ സദാനന്ദ മാസ്റ്റർ ഈ പദവിയിലേക്ക് തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ണൂർ ജില്ലയിലെ പാർട്ടി പ്രവർത്തകന്മാർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുകയാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രാമത്തിൽ നിന്നും സാധാരണക്കാരെ ആളുകളാണ്. നമുക്ക് വേണമെങ്കിൽ CPM-നോ കോൺഗ്രസിനോ ഇത് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത തീരുമാനമാണിത്. അവർക്കൊന്നും അവരുടെ പാർട്ടി പ്രവർത്തകന്മാരെ സംബന്ധിച്ചോളം ഇത് സ്വപ്നം പോലും കാണാൻ സാധിക്കില്ല. പാർട്ടി എത്രത്തോളം ഈ സാധാരണക്കാരായ ആളുകളെയും അതുപോലെ തന്നെ അക്രമത്തിന് ഇരയായവരെയും എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് സദാനന്ദ മാസ്റ്ററുടെ ഈ സ്ഥാനാർത്ഥിയെ കാണാൻ സാധിക്കും. മാത്രമല്ല, കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുണ്ട്, 2 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വികസിത കേരളം എന്ന ഒരു വലിയൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് സാധാരണക്കാർക്ക് വികസനം എന്താണെന്ന് മനസ്സിലാക്കാനും അത് എത്തിക്കാനും സാധിക്കുന്ന രീതിയിൽ സാധാരണക്കാരായ ഒരാളെ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചോളം, കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചോളം. ശരി, നന്ദി ശ്രീ കെ രഞ്ജിത്ത്.
BJP സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്താണ് നമ്മളോട് സംസാരിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാ അംഗമായി രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. 22 വർഷം മുൻപ് രാഷ്ട്രീയ ആക്രമണത്തിൽ 2 കാലുകളും നഷ്ടപ്പെട്ട ആളാണ് C സദാനന്ദൻ മാസ്റ്റർ. നിലവിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. മുൻ വിദേശകാര്യ സെക്രട്ടറി ശ്രിംഗ്ല, മുംബൈ ഭീകരാക്രമണ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഉജ്വൽ നിഗം, പ്രമുഖ ചരിത്രകാരിയായ മീനാക്ഷി ജെയിൻ എന്നിവർക്കൊപ്പമാണ് C സദാനന്ദൻ മാസ്റ്ററെ ഇപ്പോൾ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്.